എനിക്ക് അടച്ചിട്ട് വയ്യ. നമ്മളെ പൊക്കിനായി അറിയില്ല. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല സാർ. ഈ ഭാഗത്തോട്ട് ഓടിയേ. സാർ എന്ത് സാറേ അവൻ ഓടിപ്പോയി സാർ. എന്തൊരു സ്പീഡാ, മുടിഞ്ഞ സ്പീഡ്. പോയെങ്കിലെന്ത് ആ പാവപ്പെട്ട ആ കല്യാണ വീട്ടിൽ അടിച്ചു മാറ്റിയ സാധനങ്ങളതല്ല. സ്വർണ്ണമല്ലേ? സ്വർണ്ണവും പണവും കൊണ്ടോ സാറേ? നമ്മുടെ ജീപ്പ് എവിടെ? ജീപ്പ് ഏത് ഭാഗത്തുനിന്നാ വന്നത്? സാറേ വഴി തെറ്റി കേട്ടാ. കുടം കാണാൻ തോന്നുന്നു. അയ്യോ സാറേ ഇങ്ങനെ വന്നേ. ഈ സ്ഥലം അത്ര ശരിയല്ല കേട്ടോ. ഈ സ്ഥലം മേടിക്കാൻ വന്നല്ലോ നമ്മള്. അയ്യോ 94 കോമഡി ആയിട്ട് സാറേ ഈ സ്ഥലം ഇത്തിരി പെശകാന്ന്. എടേ അതിലും പെശകുള്ളവന്റെ കയ്യിൽ നിന്നാണ് ഇത് തട്ടിയെടുത്ത് നമ്മൾ അറിയാലോ. അത് മനുഷ്യന്റെ കാര്യമല്ല സാറേ. സാറേ ഇവിടെ യക്ഷിയും ഭൂതവും പ്രേതവും ഒക്കെ ഉള്ള സ്ഥലമാ സാറേ. എന്തോന്ന്? യക്ഷിയൊക്കെ ഉള്ള സ്ഥലമായത്. 21-ാം നൂറ്റാണ്ടാണിത്. പോലീസുകാരനാണ് നീ. യക്ഷിയും പ്രേതം പറഞ്ഞ് നാണക്കെടാ പറഞ്ഞല്ലേ? അല്ല എനിക്ക് കുഴപ്പമില്ല. എന്റെ അപ്പൂപ്പൻ ജപിച്ചെന്ന ചാരടന്റെ കൈ കിടപ്പുണ്ട്. എന്റെ അപ്പൂപ്പൻ ജപിച്ചെന്ന ചാരടന്റെ കൈ കിടപ്പുണ്ട്. യക്ഷി വന്നാലും എനിക്ക് പേടിക്കണ്ട. യൂണിഫോം എന്തോ സാറേ യോഗ്യതയില്ല. എടാ ഒരു പോലീസുകാരൻ പറഞ്ഞ കാര്യമാണത്. കയ്യിലൊരു ചേർന്ന് കെട്ടിയാ പ്രേതം ഒഴിഞ്ഞു പോവോ? അല്ല ഞാൻ പറഞ്ഞ പേടിക്കാതിരിക്കാൻ വേണ്ടി. അല്ല പേടിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിന്ന്. കഴുത്ത് കെട്ടിയിടും. കഴുത്തിലാണ് പിടിക്കാൻ വരുന്നത്, കടിക്കാൻ വരുന്നത്. അപ്പൊ കഴുത്ത് കെട്ടിട്ട് ഭയങ്കര പ്രൊട്ടക്ഷൻ. അപ്പൊ സാറിന് പേടിയുണ്ടല്ലേ? എനിക്ക് പേടിയില്ല, പിന്നെ എന്റെ ഭാര്യക്ക് പേടിയാ. എന്റെ ഭാര്യക്ക് ഭയങ്കര പേടിയാ. അപ്പൊ അതുകൊണ്ട് അവള് കെട്ടി തന്നെയാണ്. ആണല്ലേ? അതൊന്നും അല്ല, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് സാറിന് നല്ല പേടിയുണ്ട്. എനിക്ക് പ്രേതത്തെ പൂത്തെ നല്ല പേടിയുണ്ട്. എനിക്ക് സാറിന് പേടിയുണ്ട്. നീ അത് പറയാൻ കാരണം ഇതെന്റെ കഴുത്ത് കിടക്കുന്നുണ്ടല്ലോ. ആണാണ്. ഇത് ഞാനങ്ങ് പൊട്ടിച്ചളാൻ തീരുവോ പ്രശ്നം? പിന്നെ പൊട്ടിച്ചളാൻ സാറിന് നല്ല പേടിയുണ്ട്. ഞാൻ ഇത് പൊട്ടിക്കും. നീ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഞാനിത് പൊട്ടിച്ചത് പൊട്ടിച്ചറ നേരത്ത് കളാ. സാറ് ആദ്യം കളാ. സാറേ ഇതുപോലത്തെ അളിഞ്ഞ കോമഡി ഇവിടെ പറയരുത്. കാരണം അപ്പുറത്തെ ചേച്ചി ഇന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സാറേ, യക്ഷിയുള്ള സ്ഥലമാണ്, യക്ഷിയുള്ള സ്ഥലമാണ്. സാറേ ചരലെടുത്ത് കണ്ടുപിടിക്കും സാറേ. ഞാൻ ലീല. ഓളപ്പുള്ളി ലീലയുടെ എനിക്ക് ദാഹിക്കുന്നു. വെള്ളം വേണ്ട, എനിക്ക് ചോര വേണം. എനിക്ക് ചോരതാ. ഏത് ഗ്രൂപ്പാ? എനിക്ക് ചോരതാ. നിങ്ങള് മാന്ത്രിക ചരട് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഊരി എറിയുന്നിടം വരെ ഞാൻ അവിടെ നോക്കി നിൽക്കുമായിരുന്നു. അത് ഊരിയിടമേ. ഇനി നിങ്ങളെ എനിക്ക് കൊല്ലാം. എനിക്ക് നിങ്ങളെ കൊല്ലാം. വിശന്ന് ഊപ്പാട് വന്നിരിക്കുമായിരുന്നു. എന്തായാലും നിങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് ടച്ചിങ്സ് എന്തെങ്കിലും വേണം. ഞാൻ ശ്മശാനം വരെ ഒന്ന് പോയിട്ട് വട്ടെ. പകുതി വെന്ത പച്ച മാംസം അവിടെ ഉണ്ടാവും. അത് ഞാൻ കൊണ്ടുവന്ന് തിന്നിട്ട് നിന്റെയൊക്കെ രക്തം ഞാൻ ഊറ്റി കുടിക്കും. ഓടാൻ പറ്റത്തില്ല, എനിക്ക് ഓടാൻ പറ്റില്ല. ഞാനിവിടെ ഒരു മാന്ത്രിക വലയം വരയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഈ മാന്ത്രിക വലയം വിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല. എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ചലിക്കാൻ പറ്റില്ല. യക്ഷേന്ദ്രൻ എപ്പോഴും ഇങ്ങനെ ചിരിക്കുന്നേ? അതങ്ങനെയാടാ. 3 ചിരിക്ക് 2
അലറക്കം അങ്ങനെ അങ്ങോട്ട് സാറേ തലമുട്ടി ചെറു ചാകും സാറേ. ഇനി എന്ത് ചെയ്യണം? ഞാൻ ആവുന്ന കാര്യം ഞാൻ പറഞ്ഞ സാറേ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ. നമ്മൾ രക്ഷിക്കാൻ ആരുമില്ല ദൈവമേ. അയ്യോ, ഏതോ മന്ത്രവാദിയാ തേടി വള്ളി കാലി ചുറ്റി. ദൈവമേ രക്ഷപ്പെട്ടു. അരുണാചലേശ്വരായ നമഃ. അരുണാചലേശ്വരായ നമഃ. അരുണാചലം നന്ദാണ്ട അല്ല തമിഴ്നാട്ടിലെ അനവരിക്കും സ്വന്താണ്ട ആണ്ടവൻ നടത്തിടും വേണ്ട. നീക്ക് ഏതാണ്ടാ നിർത്തണ. എന്തു പറ്റി? ഞങ്ങളുടെ പെറ്റ് കിടക്കുക. പെറ്റി കിടക്കാൻ ഇതന്നെ സർക്കാർ ആശുപത്രിയാണ്. ഞങ്ങൾ പെട്ട് കിടക്കുക. പെട്ടി കിടത്തിയതല്ല, പെടുത്തിയതാ. അവള് നിങ്ങളെ പെടുത്തി. അപ്പൊ തന്നെ ഞാൻ പെടുത്തുപോയി. ലീലയെന്നും പറഞ്ഞ് രക്ഷ വന്നിട്ട് ഒരു വലയം വരച്ചിട്ടങ്ങ് പോയി. ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നതല്ല. നിസാരക്കാരിയല്ല അവള്. അവള് ഉഗ്ര രൂപിണിയാണ്. അവളൊരു ഉഗ്ര കോപിയാണ്. അവളൊരു മാന്ത്രിക വലയം വരച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അവൾ ആരാന്നറിയാവോ? ഇല്ല. അവൾ എങ്ങനെയാ മരിച്ചെന്നറിയാവോ? ഇല്ല. അവിടെ ആത്മാവ് എവിടെയെന്നറിയാവോ? അറിയണ്ടേ? ഇത് ഞാനല്ലേ മന്ത്രവാദി? അതെന്നെ. അപ്പൊ ഇല്ലെന്നൊക്കെ ഞാനല്ലേ പറയുന്നത്, നിങ്ങളാണ് പറയുന്നത്. അതായത് ആഗ്രഹം സാധിക്കാതെ മരണപ്പെട്ട ഒരു സ്ത്രീയാണ് അവള്. അതുകൊണ്ട് ദേശം മുഴുവൻ അവള് കറങ്ങി നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താഗ്രഹം? തിരുവോണത്തിന്റെ നൂഞ്ഞാലാടിയതാ തലേ കുത്തി താഴെ വീണ് മരിച്ചുപോയി. തിരുവോണമായിട്ട് ഊണ് കഴിക്കാൻ പറ്റിയില്ല, തിരുവാതിര കളിക്കാൻ പറ്റിയില്ല, തലപ്പന്ത് കളിക്കാൻ പറ്റിയില്ല, കലന്തല്ലി പൊട്ടി കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആശകൾ മുഴുവൻ നിരാശയായിട്ട് മരിച്ച ഒരു സ്ത്രീയാണ്. നിങ്ങൾ ഭയപ്പെടണ്ട. എന്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഈ മാന്ത്രിക വലത്തിന് പുറത്തോട്ട് ഇറങ്ങിക്കോ. നീ എന്തിനെന്റെ വഴിയെ വന്നു? നീ എന്റെ വഴിയല്ലേടി വന്നത്? നീ ദേശം വിട്ട് പോകുമോ? പോകാനാ പറഞ്ഞത്. നമ്മെ തീരെ അങ്ങ് മനസ്സിലായില്ലെന്ന് തോന്നല്ലേ? ഞാനാണ് ദ്രുപദൻ മന്ത്രവാദി. കുറച്ചങ്ങോട്ട് മാറുന്നെന്ന് പറ. പേടിച്ചു കാണും, പേടിച്ചു കാണും. പേടിച്ചിട്ടല്ല, ദ്രുപദൻ എന്ന് പറയുമ്പോ തുപ്പലെല്ലാം തെറിക്കുന്നു. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി. സമ്മതമായി കൂടെ വന്നാൽ ഉമ്മ തരാൻ രാക്ഷസി. യക്ഷിയായാലും മനുഷ്യായാലും ഉമ്മ വെച്ച് ആട്ടും. ദേശം വിട്ട് പോവോ? പോകാനാ പറഞ്ഞത്. കിടക്കണേണ്ട മയക്കുവെടി കൊണ്ട അരിക്കൊമ്പലപ്പുര കിടക്കണേ. ഇപ്പൊ ഈ യക്ഷിനെ കുപ്പിൽ ആവാഹിച്ച കൊള്ളാം. ഇല്ലെങ്കിലോ ഇവള് നമ്മളെ പെട്ടിലാക്കും. എന്നെ ഒന്ന് വീട്ടിലാക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യേണ്ടത് പറയൂ. ഇനി ഞാൻ പറഞ്ഞു തരാം. അവക്ക് നഷ്ടപ്പെട്ടു പോയ ഓണം നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യണം. ഈ കാട്ടില്ല വേണം. തിരുവാതിര കളിക്കണം, കലന്തല്ലി പൊട്ടിക്കണം. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞാൽ അവൾ ഈ ദേശം വിട്ട് പോകുന്നതായിരിക്കും. നിങ്ങളെല്ലാം തിരുവാതിര കളിച്ചോ? ഞാനോ? നിങ്ങൾ കളിക്കണോ? ഇതിലെല്ലാരും തിരുവാതിര കളിക്കണം. തിരുവാതിര കളിച്ചിരിക്കണം. പത്തു നൂറാളു വേണേ പാലും ചെറുപാടത്തേക്ക് ഒന്നിനും താളബോധമില്ല. തിരുവാതിര വേണ്ട, എനിക്ക് കല പഠിക്കണം. കണ്ണു കെട്ടി കല പഠിക്കണം. ഈ കലയൊക്കെ എവിടെ പോയി ഒളിപ്പിക്കും? എനിക്കാണോ പ്രശ്നം? ചേച്ചി
യക്ഷി ചേച്ചി കുറിയണ്ട. കണ്ണ് കെട്ട്. കണ്ണ് കെട്ട്. ഇവന്റെ കണ്ണ് കെട്ട്. നഷ്ടപ്പെട്ട ഓണം വരുന്നില്ലേ? അവന്റെ കണ്ണ് കെട്ട്. ഞങ്ങളാണ് ഫസ്റ്റ് അടിക്കുന്നത്. ഞങ്ങൾ രണ്ട് ടീമാണ്. എക്സ്ക്യൂസ് മന്ത്രാജ് ചേട്ടാ, കറക്റ്റ് കറക്കി വിടണേ. ഒരു മിനിറ്റ്. യക്ഷി ചേച്ചി ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. പയ്യെ ഈ ദേശം വിട്ട് പോകാനുള്ള പ്ലാനിലാണ്. കറക്കി വിട്. എന്റെ കയ്യിലടിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. സാറേ സാറേ അവരെ കമന്ററി കേൾക്കുന്നില്ലല്ലോ സാറേ. ഇനി കണ്ണു തുറക്കാവോ? കണ്ണു തുറക്കൂ കേട്ടോ. പയ്യ. അയ്യോ നല്ല കളിയായിരുന്നല്ലേ. അയ്യോ ഓണം വന്നാ എങ്ങനെയാ? യക്ഷിയുടെ കൂടാ സാറേ യക്ഷി പോയി. മന്ത്രവാദിയാ? ചിലപ്പോ മന്ത്രവാദി യക്ഷി തിന്നു കാണും. നമ്മളതിന് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് സ്റ്റേഷനിലോട്ട് വെച്ച് പിടിക്കും. ഓണക്കളി കളിച്ചപ്പോ പഴയ ഓർമ്മ. എവിടെ സാധനം? ആ സ്വർണ്ണം എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് മേളിൽ ജംഗ്ഷനിലോട്ട് പോയി നിൽക്കാം. അവിടെ നിന്ന് ബസ് വല്ലതും കിട്ടും. ജീപ്പ് പിന്നെ ഒന്ന് എടുക്കാം. വാ വാ. എവിടെ പോ? സ്വർണ്ണവും പണ്ടൊക്കെ എന്തിനാ? അത് സാറല്ലേ മരത്തിന്റെ അവിടെ വെച്ചു. ഇത് കാണാനില്ല. അയ്യോ, അപ്പൊ ആ യക്ഷി മന്ത്രവാദി അവിടെ ഒന്നാണ്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായ? ഇല്ല. ആദ്യം വന്ന കള്ളൻ, പിന്നീട് വന്ന യക്ഷി, പിന്നെ വന്ന മന്ത്രവാദിയും കൂട്ടാളികളും. ഇതെല്ലാം ഒന്നാണ്, ഒറ്റക്കെട്ടവന്മാര്. അവരിലാണ് നമുക്ക് എട്ടിന്റെ പണിയെന്നാണ്. ഇതേ കടുവയെ പിടിക്കുന്ന കിടുവുള്ള കാടാണ് ഇത്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം കോവിന്ദ. സാറേ